നമസ്കാരം. ഇംഗ്ലീഷ് പാർക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഒരു ഭാഷ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഷ സംസാരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, അല്ലേ? അപ്പോഴങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം എന്താണ് എന്ന ചോദ്യത്തിനൊരു പ്രസക്തിയില്ലേ? നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളുണ്ടാവും. രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പഠിക്കാതെ നിവൃത്തിയില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളിലെല്ലാം ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെർബ് എന്ന പാർട്ട് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം വെർബുകളെ കുറിച്ച്. നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുക? ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെക്കുറിച്ചോ സംസാരിക്കും. സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുക? ആ വ്യക്തിയുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു സെൻറ്റൻസ് ആവില്ല. ഫോർ എക്സാമ്പിൾ, വി ആർ ടോക്കിംഗ് അബൌട്ട് പീറ്റർ. If we simply say Peter, 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 it doesn't make a sentence. അപ്പോൾ നമ്മൾ പീറ്ററിനെ കുറിച്ച് എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ട്. പീറ്ററിനെ കുറിച്ച് എന്തൊക്കെ പറയാം? പീറ്റർ എന്ത് ചെയ്തു, ചെയ്യും, ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയാം. അതായത് പീറ്ററിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയാം. പ്രവൃത്തി, അതായത് ആക്ഷനെ കുറിച്ച് പറയാം. അല്ലെങ്കിൽ പീറ്ററിന് എന്ത് സംഭവിച്ചു, പീറ്റർ ഒന്നും ചെയ്തില്ലെങ്കിലും പീറ്ററിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അങ്ങനെ പീറ്ററിന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതായത് ഈവൻറ്റ്, പീറ്ററിന് സംഭവിക്കുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ പീറ്ററിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാം, സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. 1, പീറ്റർ എന്ത് ചെയ്യുന്നു, പീറ്ററിൻ്റെ പ്രവൃത്തി. 2, പീറ്ററിന് സംഭവിക്കുന്ന കാര്യങ്ങൾ. 3, പീറ്ററിൻ്റെ അവസ്ഥ, ആക്ഷൻ, ഈവൻറ്റ്, സ്റ്റേറ്റ്. ഈ 3 കാര്യങ്ങളെ കുറിക്കുന്ന വാക്കാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പീറ്റർ ഡ്രിങ്ക്സ് എ ലോട്ട് ഓഫ് കോഫി. അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ് ആയിരിക്കാം. അപ്പോൾ പീറ്റർ എന്താണ് ചെയ്യുന്നത്? ഡ്രിങ്ക്സ്. ആ ഡ്രിങ്ക്സ് എന്ന് പറയുന്ന ആ വാക്കാണ് അതിലെ വെർബ്. ഇനി പീറ്ററിന് എന്താണ് സംഭവിക്കുന്നത്? പീറ്റർ ഗ്രോസ് അപ്പ്. ഓക്കെ, ഇപ്പോൾ പീറ്റർ ഗ്രോസ് അപ്പ് എന്ന് പറയുമ്പോൾ ഗ്രോസ് എന്ന് പറയുന്ന ആ വെർബാണ് പീറ്ററിന് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഗ്രോസ് എന്ന് പറയുന്നതും വെർബ് തന്നെയാണ്. അല്ലെങ്കിൽ പീറ്ററിൻ്റെ അവസ്ഥ എന്താണ്? പീറ്റർ ഈസ് ഹാപ്പി, പീറ്റർ സീംസ് ഹാപ്പി, പീറ്റർ ലുക്സ് ഹാൻസം. ഇങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസുകളിൽ ഈസ് എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ സീംസ് എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ലുക്സ് എന്ന് പറഞ്ഞതോ ഇതൊന്നും പീറ്റർ ചെയ്യുന്ന കാര്യങ്ങളല്ല, പീറ്ററിൻ്റെ അവസ്ഥയെ കാണിക്കുന്ന വാക്കുകളാണ്. അതും വെർബുകളാണ്. അപ്പോൾ ഒരു വെർബ് എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റൻസിൽ ഒഴിച്ചുകൂട്ടാനാവാത്ത ഒരു വാക്കാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്കാവുന്നത് എന്ന ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ഒരു വെർബില്ലാതെ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കുവാൻ പറ്റില്ല എന്നത് തന്നെയാണ്. പിന്നെ വേറൊരു കാരണവും കൂടിയുണ്ട്. അതെന്താണ്? ഈ വെർബ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റുമായി എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതും സെൻറ്റൻസിൻ്റെ പ്രാധാന്യത്തെ കൂട്ടുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ വെർബ് വേണ്ട വിധം ഉപയോഗിക്കുവാൻ പഠിച്ചില്ല എങ്കിൽ നമ്മൾ എപ്പോഴും ഓരോ സെൻറ്റൻസിലും ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പ്രിപ്പോസിഷൻസ് ആയിക്കൊള്ളട്ടെ, അഡ്ജക്റ്റീവ്സ് ആയിക്കൊള്ളട്ടെ, അഡ്വേർബ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാൻ താല്പര്യം തോന്നുന്ന രസകരമായിട്ടുള്ള കുറേ ടോപ്പിക്കുകളായിക്കൊള്ളട്ടെ, ഇതെല്ലാം നമ്മൾ എത്രമാത്രം പഠിച്ചാലും നമ്മളുടെ വെർബ് ഉപയോഗിക്കുവാനുള്ള കഴിവ് നമ്മൾ മെച്ചപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസുകളിലെല്ലാം നമുക്ക് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്? നമുക്കൊരു വെർബില്ലാതെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുവാൻ പറ്റില്ല എന്നുള്ള അത് തന്നെയാണ് കാരണം. അപ്പോൾ നമുക്ക് വെർബുകളെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതൊരു വെർബിനും അതിൻ്റെ
ബേസിക് ആയിട്ടുള്ള 3 ഫോംസ് ഉണ്ട്. മേജർ ഫോംസ് എന്ന് പറയുമ്പോൾ 3 ഫോംസ് ആണുള്ളത്. ഈ 3 ഫോംസിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വെർബ് 1 അല്ലെങ്കിൽ V1 എന്നും വെർബ് 2 അല്ലെങ്കിൽ V2 എന്നും V3 എന്നും നമുക്ക് വിളിക്കാം. അതിൻ്റെ ഗ്രമാറ്റിക്കലായിട്ടുള്ള ആസ്പെക്ട്സിലേക്ക് അധികം നമ്മൾ കടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 ഫോംസ് ഉണ്ട്. അതാണ് V1, V2, V3. ഇത് 3 ഫോംസ് ഏതൊരു വെർബിനും ഉള്ളതാണ്. ഇനിയും നമ്മൾ വെർബുകളെ 2ആയിട്ട് തിരിക്കുകയാണ്. മൊത്തത്തിലുള്ള വെർബുകളെ 2ആയിട്ട് നമുക്ക് തിരിക്കാം. അതായത് റെഗുലർ വെർബ്സ് അല്ലെങ്കിൽ ഇറഗുലർ വെർബ്സ്. ഒരു തരം എന്ന് പറയുന്നത് റെഗുലർ വെർബ്സ് ആണ്, വേറൊരു തരം എന്ന് പറയുന്നത് ഇറഗുലർ വെർബ്സ് ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഏറിയ പങ്ക് വെർബുകളും ഒരു 90-95% എന്ന് തന്നെ പറയാം, അത്രയും വെർബുകളും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന വെർബുകളാണ്. അതെന്താണ് ഈ ഒരേ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ V2ഉം V3യും ഉണ്ടാകുന്നത് ഒരേ രീതിയിലാണ്. അതെങ്ങനെയാണ്? അതായത് ED അല്ലെങ്കിൽ D അല്ലെങ്കിൽ IED, ഈ 3 സഫിക്സസ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ 3 തരത്തിലുള്ള ലെറ്റേഴ്സ് അതിനോട് കൂട്ടിച്ചേർത്ത്, ഏതിനോട്? V1നോട് കൂട്ടിച്ചേർത്താണ് ഈ റെഗുലർ വെർബ്സ് എപ്പോഴും V2, V3 ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെന്തിനാണ് V1, V2, V3 പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം പറയാം. അതായത് നമുക്ക് പല സാഹചര്യങ്ങളിൽ V1 ഉപയോഗിക്കേണ്ടതായി വരും, V2 ഉപയോഗിക്കേണ്ടതായിട്ട് വരും, V3 ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത് ചില ഹെൽപ്പിംഗ് വെർബ്സിൻ്റെ കൂടെ അതേ പാടുള്ളൂ എന്ന് വരും, അല്ലെങ്കിൽ ചിലത് പാടില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ഒരു ബിരിയാണിയിൽ നമ്മൾ പഠിക്കുന്നു, നമ്മൾ തൈര് ഉപയോഗിച്ച് അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് തൈരും പാലും കണ്ടാൽ തിരിച്ചറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ലേ? അപ്പം നമുക്കറിയാം ബിരിയാണിയിൽ തൈര് ചേർക്കണമെന്നറിയാം, പക്ഷെ തൈരും പാലും കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ തൈരും പാലും ഏതാണെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ V1 ഉപയോഗിക്കണം, V2 ഉപയോഗിക്കണം, V3 ഉപയോഗിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം V1 എന്താണ്, V2 എന്താണ്, V3 എന്താണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? അപ്പോൾ അതാണ് അതിലെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് 2 രീതിയിൽ തിരിച്ചത്? റെഗുലർ വെർബ്സ്, ഇറഗുലർ വെർബ്സ് എന്നാണ് നമ്മൾ തിരിച്ചത്. ഈ റെഗുലർ വെർബ്സിനെ കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം അതിലെ V2, V3 ഒരേ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? ജസ്റ്റ് ED എന്നോ IED എന്നോ D എന്നോ ഒക്കെ ആഡ് ചെയ്യും. പൊതുവിൽ ED എന്നാണ്. പിന്നെ ചില വാക്കുകളുടെ അവസാനം Y-യിലാണ് എങ്കിൽ ആ Y മാറ്റിയിട്ട് IED എന്നാക്കും. ഉദാഹരണത്തിന് ക്യാരി, CARRY. ഇതിൽ അവസാനത്തെ ലെറ്റർ എന്ന് പറയുന്നത് Y ആണ്. അപ്പോൾ ആ Y മാറ്റിയിട്ട് CARRIED എന്നാണ്. അപ്പോൾ അത് ക്യാരീഡ് എന്നാണ്. ചിലതിൽ അവസാനത്തെ ലെറ്റർ എന്ന് പറയുന്നത് E ആയിരിക്കാം. അപ്പോൾ E അവിടെ ഓൾറെഡി ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്മൈൽ, നമ്മളതിന് ഒരു D മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്മൈൽഡ് എന്ന് കിട്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇനി എന്താണ് ഇറഗുലർ വെർബ്സ് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇറഗുലർ വെർബ്സ് ഇങ്ങനെയല്ല മാറുന്നത്. ഇറഗുലർ വെർബ്സിന് ഉദാഹരണത്തിന് ഗിവ് എന്ന ഒരു വെർബ് എടുക്കുക. GIVE, ഗിവ്. അത് ഗിഫ്റ്റ് എന്ന് മാറില്ല. അതിനു പകരം അത് ഗേവ്, ഗിവൺ എന്ന് മാറും. അപ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് ഗിഫ്റ്റ് എന്നൊക്കെ ഉപയോഗിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ചില വെർബുകളുണ്ട്, അത് ഒരേ ഫോംസ് ആണ്. ഫോർ എക്സാമ്പിൾ കട്ട്, V1, V2, V3 ഒരേ ഫോമാണ്. അല്ലെങ്കിൽ പുട്ട്, സ്പ്രെഡ്. ഇതറിയത്തില്ലാത്തവർ ചിലപ്പോൾ V2 ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സ്പ്രെഡ് എന്ന വാക്കിന് പകരം സ്പ്രെഡഡ് എന്നൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ച് കളയും. അങ്ങനെ പാടില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ V1, V2, V3 പഠിക്കേണ്ടതിൻ്റെ. അതിലും ഏറ്റവും പ്രധാനമായിട്ടും ഇറഗുലർ വെർബ്സിൻ്റെ. മറ്റേ റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത് നമുക്ക് ED, IED എന്ന് ചേർത്താൽ മതി. അത് വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള വെർബുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നതിൽ ഒരു 10-260 എണ്ണമുള്ളതിൽ ഒരു 100-150 വരെയുള്ളവ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന വെർബുകളാണ്.
അതിൽ സാധാരണമായിട്ട് ഉപയോഗിക്കാത്ത വെർബുകൾ പലതുണ്ട്. അത് നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ വി സേ ബിഹോൾഡ്. ബിഹോൾഡ് എന്ന വാക്ക് V1 ആണ്, അതിൻ്റെ V2 ബിഹെൽഡ് ആണ്, V3യും ബിഹെൽഡ് ആണ്. അപ്പോൾ അത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല. അപ്പം അതുകൊണ്ട് നമ്മളത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ ഫോർ എക്സാമ്പിൾ ഗ്രോ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ V2 ഗ്രൂ, V3 ഗ്രോൺ ആണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം, കാരണം അത് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇറഗുലർ വേർബ്സ് V1, V2, V3 ഇത് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യാൻ സാധിക്കുക? നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ലിസ്റ്റ് ഓഫ് ഇറഗുലർ വേർബ്സ് എന്നുള്ളത്. അത് ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അത് എഴുതിയെടുത്തിട്ട് ആദ്യത്തെ ദിവസം 100 തവണ വായിച്ചത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ വായിച്ച് പഠിക്കുന്നതിലും വേഗത്തിൽ അത് നിങ്ങൾ മറന്നുപോകും 2 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ ദിവസം ഒരു 4-5 തവണ വായിച്ചതിന് ശേഷം പിന്നെ വരുന്ന ഒരു മാസക്കാലം ഡെയിലി രാവിലെ ഒരു തവണ, രാവിലെ ഒരു തവണ, വൈകുന്നേരം ഒരു തവണ, ഇത് മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുക. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഇതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ 1-2 വെർബുകൾ നമ്മളുടെ നിത്യജീവിതത്തിൽ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു മാസം ചെയ്താൽ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ മാത്രം ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അങ്ങനെ ഒരു മാസം ചെയ്താൽ നിങ്ങളുടെ ഇംഗ്ലീഷ് വളരെയധികം ഇംപ്രൂവ് ആകും. അപ്പോൾ ഇതാണ് വെർബുകളുടെ ഇമ്പോർട്ടൻസ്. വെർബുകൾ എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്, റെഗുലർ വെർബ്സ്, ഇറഗുലർ വെർബ്സ്. അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ഇറഗുലർ വെർബ്സ് ആണ്. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങുക, ഇറഗുലർ വെർബ്സ് പഠിക്കുക, അത് സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുക. അതിന് വേണ്ടുന്ന മറ്റ് റൂൾസ്, കാര്യങ്ങൾ എല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. കാത്തിരിക്കുക. താങ്ക് യു. സീ യു.